ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ലെവൽ 1-നകത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ദ റേഷ്യോ ഓഫ് ദി ബേസ് എഡ്ജ് ഓഫ് എ 2 സ്ക്വയർ പിരമിഡ്. 2 സ്ക്വയർ പിരമിഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് എഡ്ജിൻ്റെ റേഷ്യോ 2:3 ആണ്. അപ്പോൾ സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ നമുക്കറിയാം, സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞ ഇതാണ്. ബേസ് എപ്പോഴും സ്ക്വയർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, ഓരോന്നും ഓരോ ട്രയാങ്കിൾസ് വരും. 4 ട്രയാങ്കിൾസും കൂടെ വരും. ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബേസ് എഡ്ജിൻ്റെ റേഷ്യോ നമുക്ക് തന്നു. അതുപോലെ തന്നെ വേറൊരു സ്ക്വയർ പിരമിഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2 സ്ക്വയർ പിരമിഡ്, അതിൻ്റെ ബേസ് എഡ്ജുകൾ തമ്മിലുള്ള റേഷ്യോ, ഇത് ഫസ്റ്റ് സ്ക്വയർ പിരമിഡ്, ഇത് സെക്കൻഡ് സ്ക്വയർ പിരമിഡ് തന്നിട്ടുണ്ട്. ഈ 2 സ്ക്വയർ പിരമിഡിൻ്റെയും ബേസ് എഡ്ജുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് 2:3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബേസ് എഡ്ജ് A1 കൊടുക്കാം, രണ്ടാമത്തേന് നമുക്ക് എന്ത് കൊടുക്കാം, A2 കൊടുക്കാം. അപ്പം A1:A2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2:3 തന്നിട്ടുണ്ട് ബേസ് എഡ്ജ് തമ്മിലുള്ള റേഷ്യോ. ഇനി എന്താ പറഞ്ഞേക്കണമെന്ന് നോക്കിയാൽ, ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ ആദ്യത്തേന് നമ്മൾ H1 എന്ന് കൊടുത്തു, രണ്ടാമത്തേന് H2 എന്ന് കൊടുത്തു. അപ്പോൾ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, 3:4 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വോളിയത്തിന് നമുക്ക് V1 എന്ന് കൊടുത്തു. ഈ ഫസ്റ്റ് പിരമിഡിൻ്റെ വോളിയത്തിന് V1 കൊടുത്തു. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 A1 സ്ക്വയർ H1 ആയിരിക്കും ആദ്യത്തെ ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാല്യൂ കൊടുക്കുവാണെങ്കിൽ എന്ത് വരും, 1/3 വരും. A1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം കിടക്കണം 2 സ്ക്വയർ. H1 എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ സെക്കൻഡ് ഹൈറ്റിൻ്റെ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആദ്യത്തെ വോളിയം V1 കിട്ടി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ സെക്കൻഡ് വോളിയം V2 കണ്ടുപിടിക്കണം. V2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3 A2 സ്ക്വയർ H1 വരും, H2 വരും. 1/3 A2 സ്ക്വയർ H2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വോളിയം 1/3 എഴുതി. A2 എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ 3, രണ്ടാമത്തെ ബേസ് എഡ്ജ്, അപ്പോൾ 3 സ്ക്വയർ വരും. H2 എന്ന് പറയുന്നത് ഈ 4, അപ്പോൾ × 4 വരും. അപ്പോൾ ഇവിടെ നമ്മൾ കിട്ടിയ വാല്യൂസ് അങ്ങനെ തന്നെ എഴുതുക. ഇനി ഇത് രണ്ടും കൂടെ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ V1 ഡിവൈഡഡ് ബൈ V2 വരും. V1 എന്ന് പറഞ്ഞാൽ ഏതാ, 1/3 A1 സ്ക്വയർ H1 ഡിവൈഡഡ് ബൈ 1/3 A2 സ്ക്വയർ H2 ആണ് അല്ലേ. നമ്മൾ ആ വാല്യൂ അങ്ങനെ തന്നെയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 1/3 ക്യാൻസലായി പോകുമല്ലോ. ഇനി A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ × 3 വരും. താഴെ അടുത്ത എന്ത് വരും, ഇവിടെ വരുമ്പോൾ 1/3 നമ്മൾ ക്യാൻസലായി കളഞ്ഞു. അപ്പോൾ 3 സ്ക്വയർ × 4 വരും. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ക്യാൻസലായി പോകണമെന്ന് നോക്കിയാൽ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും, 4 × 3 വരും. താഴെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 വരും, × 4 വരും. അപ്പോൾ ഇത് രണ്ടും എന്തായി പോകും, ക്യാൻസലായി പോകും. ഈ 3യും ഈ 9ഉം കൂടെ വെട്ടിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 3 വരും. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 വരും. വോളിയത്തിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:3 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്ക്വയർ പിരമിഡ് എഴുതി, രണ്ടാമത്തെ സ്ക്വയർ പിരമിഡ് എഴുതി. ഈ വാല്യൂ ഇവിടെ കൊടുക്കണമെന്ന് നിർബന്ധമില്ലാത്തത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാൻസൽ ചെയ്തിട്ട് ഈ വാല്യൂ അങ്ങ് കൊടുത്താലും മതി. അത് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പം. അപ്പോൾ 2 സ്ക്വയർ 3 ആയി വാല്യൂ എഴുതി. നമ്മുടെ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡിൻ്റെ റേഷ്യോ 1:3 ആയി. ക്ലിയർ ആയല്ലോ.